അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം അവിടെ വളരെ അഗ്ലി ഗെയിം കളിക്കുന്ന ഒരാളാണ്. പിന്നെ മോഷണം, നെവിനാണല്ലോ ആസ്ഥാന മോഷമായിട്ട് ബിഗ് ബോസ് സീസൺ 7 പ്രേക്ഷകർ കണ്ടെത്തി വെച്ചിരിക്കുന്നത്. എന്താണ് അനുമോളും ആദിലെ അവിടെ കാണിക്കുന്നത്? ആദിൽ അവിടെ ആദിൽ എന്തെല്ലാം സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും സ്റ്റിൽ പാല് മോഷ്ടിച്ചു കുടിക്കുന്നു. നൂറ, ആദില, അനു ഇവരെല്ലാരും ഭക്ഷണം മോഷ്ടിക്കുന്നുണ്ട്. അനു നല്ല മോഷണക്കാരാണ്. വൈരാഗ്യത്തിന്റെ പേരിൽ ജിസേലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഡിറ്റക്റ്റീവ് കളിച്ച് ജിസേലിന്റെ സകല സാധനങ്ങളും അടിച്ചു മാറ്റി ബിഗ് ബോസിന് മുമ്പിൽ എത്തിക്കാൻ രാത്രികളോളം ഉറക്കം ഉളച്ച് നടന്ന വ്യക്തിയാണ് ഈ അനുമോൾ എന്ന് പറയുന്നത്. അവൾ ആരാണ്? ഡിറ്റക്റ്റീവോ? സിഎ ഇങ്ങനെ നിങ്ങൾ ചെളിവാരി എറിയുന്നതിൽ ഒരർത്ഥവും ഇല്ല. അവിടെ നന്നായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് നെവിൻ. ഞാൻ ഇപ്പോഴും എപ്പോഴും നെവിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവൻ അങ്ങനെ വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ കാരണങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. അനുമോളും ആദിലയും നൂറയൊന്നും അത്ര നല്ലവരൊന്നും അല്ല. അവരെ അങ്ങനെ പ്രകൃതിക്കാൻ അത്ര നന്മപരങ്ങളൊന്നും അല്ല അവരാരും. ഏറ്റവും ഡേർട്ടി ഗെയിം കളിക്കുന്ന ഗെയിമാണ് പാട്ട ഗേൾസ് എന്നറിയപ്പെടുന്ന വെറും പാട്ടകളായിട്ടുള്ള അനുമോളും ആദിലയും നൂറയും, കൂട്ടത്തിൽ ഷാനവാസും. ഇവളുമാരുടെയൊക്കെ പേരെന്താണെന്ന് പോലും പ്രേക്ഷകർക്ക് അറിയുന്നുണ്ടാവില്ല. ഒരു 30 ദിവസം പോലും ബിഗ് ബോസ് വീട്ടിൽ തികച്ചു നിൽക്കാത്ത ഇവളുമാരാണ് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്നത് ഷാനവാസ് കളിക്കുന്നത് ഡേർട്ടി ഗെയിമാണ്, അവിടെ നെവിൻ മാത്രമാണ് നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആള്. നെവിൻ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള റീസൺ ഉണ്ടായിരിക്കും. നമ്മളെല്ലാവരും കണ്ടതാണ് ഷാനവാസാണ് നെവിനെ പ്രൊവോക്ക് ചെയ്ത് ആ പാൽ അവിടെ തെറിപ്പിക്കാനായിട്ട് കാരണക്കാരനായത്. ഷാനവാസ് അവിടെ ഡേറ്റിംഗ് ഗെയിം കളിക്കുന്നതുകൊണ്ട് തന്നെ ആ വേദനയൊക്കെ ഷാനവാസിന്റെ അഭിനയമായിരിക്കും. അപ്പോ ഇനി അഭിനയം അല്ലെങ്കിൽ പോലും അവിടെ നെവിനാണ് ബെസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നത്. ഷാനവാസിന്റെ ആ ഡേറ്റിംഗ് ഗെയിം സമ്മതിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ആദിലയും നൂറയും അനുമോളും ആ വീട്ടിലെ ഏറ്റവും ഡേറ്റി ആയിട്ട് ഗെയിം കളിക്കുന്ന വ്യക്തികളാണ്. അവര് നെവിനെയാണ് ആസ്ഥാന കള്ളനായിട്ട് പറയുന്നത് എന്നുണ്ടെങ്കിൽ പോലും നെവിൻ ആസ്ഥാന കള്ളനാണെങ്കിൽ അവിടെ ആദില എന്തോരം മോഷ്ടിക്കുന്നു, അനുമോൾ എന്തോരം മോഷ്ടിക്കുന്നു. അപ്പൊ നെവിനെ പറയാനായിട്ട് ഇവർക്ക് എന്ത് അവകാശമാണുള്ളത്? ആ ഡേറ്റി ഗെയിം കളിക്കുന്ന അനുമോളെയും ആദിലയെയും നൂറയെയും ഷാനവാസിനെയും പുറത്താക്കിക്കൊണ്ട് നെവിനെ പെട്ടെന്ന് തന്നെ കപ്പെടുത്തു കൊടുക്കേണ്ടതാണ് എന്നാണ് നമ്മുടെ പേരെന്തായിരുന്നു? ഷാരിക വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പുലമ്പുന്നത്. ഷാരിക മാത്രമല്ല കേട്ടോ, കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഒരാളെ ഇഷ്ടമാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് എന്ത് അനാവശ്യം പറയാമെന്നാണ് വിചാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് നിങ്ങളൊക്കെ ഇരുന്ന് വിളമ്പിക്കഴിഞ്ഞ പ്രേക്ഷകർ പൊട്ടന്മാരാണ്, ഇതൊക്കെ കേട്ട് അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുമെന്ന് കരുതിയിട്ടാണോ വന്നിരുന്ന് പറയുന്നത്? നെവിൻ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഗെയിമറാണ്, നെവിനെയാണ് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്, നെവിനെ വോട്ട് ചെയ്യുക. നെവിനെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് സൈബർ അറ്റാക്കാണ്. സൈബർ അറ്റാക്കിൽ നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞറിയാം. വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമ്പോൾ മനസ്സിലാവും അവിടെ നെവിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതൊക്കെ വന്നിരുന്ന് പറയാൻ നാണാവില്ലേ പെണ്ണുമ്പിള്ളേ നിങ്ങൾക്ക്? ഒന്നല്ലെങ്കിൽ ന്യായം എവിടെയാണ്, ശരി എവിടെയാണ്, തെറ്റെവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിച്ചൂടെ? ഇപ്പൊ നെവിൻ അവിടെ ഷാനവാസിനെ അടിച്ചു ഇടിച്ചു എന്നൊന്നും പ്രേക്ഷകർ പറയുന്നില്ല. അവൻ അവിടെ ചെയ്ത രീതി, അത് കഴിഞ്ഞിട്ട് അവൻ സംസാരിച്ച രീതി എത്ര മോശമായിട്ടാണ് അവിടെ നെവിൻ സംസാരിച്ചത്. ഇതിനെയൊക്കെ വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകാനായിട്ട് വന്നിരുന്നുള്ളൂ. അതായത് പ്രേക്ഷകരുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ഉള്ള മത്സരാർത്ഥികൾ ആരാണോ അവർക്കെതിരെ വന്നിരുന്ന് സംസാരിക്കാം. അതായത് നമ്മൾ മുൻ സീസണിലും കണ്ടിട്ടുണ്ട്, ഇതുപോലുള്ള പല കാര്യങ്ങളും മുൻ സീസണിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഏറ്റവും വലിയ ഫോൾട്ട് എന്താണെന്നറിയും? അതിനുള്ളിൽ ഇവർ ഗെയിമാണ് എന്ന് പറഞ്ഞിട്ട് എത്ര സ്നേഹത്തോടു കൂടി നിന്നാലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഗംഭീരമായിട്ടുള്ള ശത്രുക്കളായിട്ട് മാറും. പരസ്പരം കണ്ടു കഴിഞ്ഞാൽ നോക്കി മിണ്ടി ഒന്നും ചെയ്യാതെ. സീസൺ 1 മുതലുള്ള നിങ്ങൾ എടുത്തു നോക്കി നോക്കൂ. പേളിയൊക്കെ ആരോടെങ്കിലും മിണ്ടുന്നതോ പറയുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സീസൺ 1 നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം? അതായത് അവര് അപ്പാടെ ശത്രുക്കളായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ പറയാം, ഇന്ന് പറയാനാണെങ്കിൽ കുറേ വിശേഷങ്ങളുണ്ട്, ഒന്നൊന്നായിട്ട് പറയാം. ഈ ശാരീരിക വിഷയം അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നെവിന്റെ മറ്റൊരു കാര്യം പറയട്ടെ. അനുമോളുടെ മുഖത്ത് എന്തിനാണ് നെവിൻ വെള്ളം ഒഴിച്ചത്? അനുമോൾ കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ച നെവിൻ എന്ന് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ, എന്നിട്ട് അവിടെ പട്ടി കുറയ്ക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവനെ ഉറങ്ങിക്കഴിഞ്ഞ് ഇവന്റെ ദേഹത്ത് ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കേണ്ടതല്ലായിരുന്നോ ഈ ഉറങ്ങുന്ന സമയത്ത്? അത് അവരാരും ചെയ്യാത്തത് അവരുടെ മാന്യത, അവനെ പോലെയല്ല അവര് എന്നുള്ളത് കൊണ്ട്. അതായത് കാരണന്മാർക്ക് എന്തോ ആവാന്നുണ്ടല്ലോ, ആ ഒരു കാര്യമാണ് നെവിനെ സംബന്ധിച്ചിടത്തോളം. അവൻ ക്യാപ്റ്റനാണ്, പിന്നെ അവന്റെ അടുത്ത് ആരും ചോദ്യം ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് നെവിനെ എവിടെ വേണമെങ്കിലും കിടന്നുറങ്ങാം. അവന്റെ ഉറക്കം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കായിരുന്നു. ലൈവിൽ ഉണ്ടായിരുന്നു കേട്ടോ, എപ്പിസോഡിൽ ഉണ്ടാവാൻ ചാൻസ് ഒന്നുമില്ല, അത് മറ്റൊരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇവർക്ക് പരസ്പരം ഭയങ്കര വ്യക്തിവിരോധവും വിദ്വേഷവും വെറുപ്പുമാണെന്ന് കാരണങ്ങളുണ്ട്. നെവിൻ ഇന്ന് ലൈവിൽ ഇരുന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അനുമോളെ ഇനി കണ്ടു കഴിഞ്ഞാൽ, പുറത്തിറങ്ങിയിട്ട് കണ്ടു കഴിഞ്ഞാൽ കേട്ടോ, ചീമുട്ട എടുത്തെറിയുന്നാണ് നെവിൻ പറയുന്നത്. അനുമോളെ ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി നിന്നിട്ട് അനുമോൾക്കെതിരെ ചീമുട്ട ഞാൻ വലിച്ചെറിയും.
അവളെ ഞാൻ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ പോലും ഉൾപ്പെടുത്തില്ല. അവളെ മാത്രമല്ല, ഷാനവാസിനെ, ആദിലനെ, നൂറയെ, ഇവരെ 4 പേരെയും എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയേയില്ല. ഇനിയിപ്പോൾ ആദിലനെ, നൂറ ഇനി പിന്നെയും ഉൾപ്പെടുത്തിയാൽ പോലും ഷാനവാസും അനുവുമായിട്ട് ഞാൻ ഒരു തരത്തിലുള്ള കോണ്ടാക്ട് ഉണ്ടാവില്ല. അവരെ ഞാൻ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. പിന്നെ ഇവന്റെ ഫ്രണ്ട്ഷിപ്പ് കിട്ടിയിട്ട് വേണമല്ലോ അവർക്ക് ജീവിക്കാനായിട്ട്. അവർ ഇത്രയും കാലം ജീവിച്ചത് ഇവനുണ്ടായിട്ടാണല്ലോ. അയ്യോ, ഇവന്റെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ ദൈവമേ, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ എങ്ങനെ ജീവിക്കും, ഞങ്ങൾക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അനുമോളും കരയെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരുത്തൻ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ഇരുന്ന് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, ഇനിയിപ്പോ ഒരുമിച്ച് വരെ 2 പേരും ഉദ്ഘാടനത്തിൽ വിളിച്ചാലോ എന്നവരെ കളിയാക്കി ചോദിക്കുന്നുണ്ട് നമ്മുടെ അക്ബറിന്റെ ആര്യനും. അപ്പൊ പറയുന്നുണ്ട്, അപ്പോഴും ഞാൻ ചീഞ്ഞുമുട്ടിയും കൊണ്ടായിരിക്കും പോവുക, എന്നിട്ട് അവൾ അടുത്ത് നിന്നിട്ട് ഞാൻ അവളുടെ മുഖത്തേക്ക് അറിയത്രേ. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ മോനെ നീ ഒന്ന് ചെയ്ത് കാണിക്കുക എന്നാണ് നെവിന്റെ അടുത്ത് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ ആര്യം പറയുന്ന മറ്റൊരു ഡയലോഗ് ഉണ്ട്. അതായത് അവനെ അനുമോളെ കാണുന്ന സമയത്ത് അവൻ പട്ടിയോടാണ് അത്ര അവന് ഉപമ തോന്നുന്നത്. നമ്മൾ ഒരാളുടെ അടുത്ത് വെറുപ്പും ദേഷ്യമൊക്കെ തോന്നി കഴിഞ്ഞാൽ ഞാൻ അതിനെ പട്ടിയായിട്ട് കാണും. അപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്ത് സംസാരിച്ചാലും എന്താണെങ്കിലും എന്റെ മുന്നിൽ നിൽക്കുന്നത് പട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലും. അപ്പൊ അനുമോളുടെ അടുത്ത് ഞാൻ മിണ്ടുന്നതും സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഇതാക്കുന്നതും ഒക്കെ ഒരു പട്ടിയോട് കാണിക്കുന്ന പോലെയാണെന്നാണ് അവിടെ ഇരുന്ന് നമ്മുടെ ആര്യം കുഞ്ഞു ബാബ അല്ലെങ്കിൽ പാൽക്കുപ്പി ഇരുന്ന് പറയുന്നുണ്ടായിരുന്നത്. ബെസ്റ്റ് അല്ലേ ഇവന്മാരുടെയൊക്കെ തനി കോണ അങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഡയലോഗുകൾ, സംസാരങ്ങൾ, ഇവരൊക്കെ ഇത്രയും വൃത്തികെട്ട ദുഷിച്ച മനസ്സും കൊണ്ടാണ് ഇവർ നടക്കുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഭയങ്കര ടാസ്ക് കളിക്കാനായിട്ട് ഭയങ്കര മിടുക്കനാണ്, ഇത്രയും നല്ല ഗെയിമറാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഇപ്പൊ തിരിച്ചറിവിന്റെ ഒരു നിമിഷമാണ്. ഇവരൊക്കെ ഇത്രയും വിഷമാണെന്നും ഉള്ളിൽ ഇത്രയും വിഷം കുത്തിവെച്ചുകൊണ്ട് നടക്കുന്ന പാഴ് ജന്മങ്ങളാണെന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞില്ല, നമ്മുടെ അക്ബർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് എനിക്കിപ്പോൾ ആരോടെങ്കിലും ഒരു ദേഷ്യം തോന്നാമെന്ന് വിചാരിച്ചോ എന്തെങ്കിലും ഒരു കാര്യത്തിന്, അപ്പം തന്നെ ഞാൻ അനുമോളെ മനസ്സിൽ വിചാരിക്കും. കാരണം മറ്റൊന്നല്ല, അനുമോളെ പോലെ ഞാൻ വെറുക്കുകയും ഇത്രയും ദേഷ്യമുള്ള മറ്റൊരാളില്ല. അപ്പം അനുമോളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർ ചെയ്ത തെറ്റൊന്നും എനിക്ക് ഒന്നുമല്ലാതായി തീരുത്രേ. അനുമോളുടെ അടുത്താണ് അത്രയും വെറുപ്പും വിദ്വേഷവും വെക്കുന്നത് എന്നാണ് അവിടെ അക്ബർ പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള അവിടുത്തെ ഗെയിം അല്ലെങ്കിൽ ചിരിച്ച് സംസാരിക്കുന്നത്, അവിടെ ഒരുമിച്ച് ജീവിക്കുന്നത് എത്ര വെറുപ്പോടെയും വിദ്വേഷത്തോടെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇവർക്ക് ഇത്രയും അറപ്പോടെയും വെറുപ്പോടെയാണ് ഇവർ സംസാരിക്കുന്നത്. ഇതിനൊന്ന് ഗെയിമായിട്ട് ഇവർ കാണുന്നു കൂടിയില്ല. ഇവരൊക്കെ ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതുപോലത്തെ ശത്രുക്കളായി മാറുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നൊന്ന് പറയാനുള്ളത്, നമ്മുടെ നൂറ ടാസ്ക് തൂക്കി. എനിക്ക് തോന്നുന്നു ടിക്കറ്റ് ഫിനാലെ വിന്നർ ആവുന്നത് നൂറ തന്നെയായിരിക്കും. ഇനി നൂറനെ കവർ ചെയ്യാനായിട്ട് ആര്യനെ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി ആര്യൻ ഭയങ്കര ഗംഭീര ടാസ്ക് കളിക്കുന്ന ആൾ, ആര്യനെ കവർ ചെയ്യാൻ ആർക്കും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ആരും വരണ്ട. ഒരു പെങ്കൊച്ചാണ് ആര്യനെ തൂക്കിയടിച്ചത്. അവിടെ പെൺകുട്ടികളുടെ അടുത്ത് ഭയങ്കര മാസ് ഡയലോഗും അല്ലാന്നുണ്ടെങ്കിൽ പെൺകുട്ടികളെ ഒരു വിലയില്ലാത്തോളം സംസാരിച്ച് നടക്കുന്ന അവനും അവന്റെ കൂട്ടർക്കും ഇപ്പൊ ഒരു പെൺകൊച്ചിന്റെ അടുത്ത് ജയിച്ചു നിൽക്കാൻ പോലും സാധിച്ചില്ല. ആര്യനാണെങ്കിൽ ഏത് ടാസ്ക് കളിച്ചാലും അവൻ എന്തെങ്കിലും കള്ളത്തരം ചെയ്യാതെ അവൻ ടാസ്ക് ജയിക്കില്ല. ഇപ്പൊ ലാസ്റ്റത്തെ കുറച്ച് ടാസ്കുകളായിരുന്ന സമയത്ത് ഇവിടെ ലേഡീസ് എല്ലാവരും അവരവരെല്ലാവരും നിന്നിട്ട് ബിഗ് ബോസ് അവൻ കള്ളത്തരം കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവന്റെ എല്ലാ ടാസ്കും അവരവിടെ പറഞ്ഞ് ബിഗ് ബോസ് അവിടെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അവന്റെ കള്ളത്തരങ്ങൾ ഓരോന്നും അവർ കയ്യോടെ പിടിച്ചിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് പറയുമ്പോൾ ബിഗ് ബോസിനെ അത് കേൾക്കാതിരിക്കാനായിട്ട് പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ആരും ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് ബിഗ് ബോസ് കാണുന്നുണ്ട്. അവർ കണ്ടിട്ട് പറയുമ്പോൾ പിന്നെ ബിഗ് ബോസിന് മിണ്ടാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ആര്യൻ എല്ലാ ടാസ്കുകളിലും പുറകോട്ട് പോയി. അപ്പൊ ആര്യന്റെ അതായത് കള്ളത്തരമില്ലാതെ ടാസ്ക് ജയിക്കാനായിട്ട് ആര്യനെ കൊണ്ട് കഴിയില്ല എന്ന് ആര്യൻ വീണ്ടും തെളിയിച്ചു. പിന്നെ നമ്മുടെ ഷാനവാസ് തിരിച്ചു വരുമോ എന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. ഷാനവാസ് തിരിച്ചു വരും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇന്ന് അനുമോള് കൺഫ്യൂഷൻ റൂമിൽ വെച്ചിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, ഷാനവാസൊക്കെ തിരിച്ചു വരില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഡോക്ടർമാരുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷാനവാസ് തിരിച്ചു വരും എന്ന് തന്നെയാണ് ബിഗ് ബോസ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ തിരിച്ചു കൊണ്ടുവരാനായിരിക്കാം. വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് നെവിനുമായിട്ടുള്ള ആ ഒരു ടോപ്പിക് ലാലേട്ടൻ അവിടെ സംസാരിച്ച് അത് സോൾവ് ചെയ്ത് അതെന്താണ് അതിന് തീരുമാനം എടുക്കേണ്ടത് എന്നത് ആ ഒരു ചർച്ചയ്ക്ക് ശേഷം ഷാനവാസിനെ തിരിച്ചു കൊണ്ടുവരാനായിരിക്കും വിചാരിക്കുന്നത് എന്ന് കരുതുന്നു. ഇനി എങ്ങാനും ഷാനവാസിന്റെ ഹെൽത്ത് ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് ഷാനവാസിനെ ഇനി പുറത്താക്കുമോ എന്നറിയില്ല. കുറേ എണ്ണം ഷാനവാസിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഹെൽത്ത് ഓക്കെ അല്ലാത്ത ഒരാളെ ബിഗ് ബോസിലേക്ക് എന്തിനു വിളിച്ചു, എന്തിനു കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ഷാനവാസിനെതിരെ സംസാരിക്കുന്ന കുറേ പേരുണ്ട്. ഇത്രയും ദിവസം അവിടെ ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ട് ഗെയിം കളിച്ച ഷാനവാസ് അവിടെ പെട്ടെന്ന് ഒരു പാനിക്കറ്റ്, അത് ആർക്കും വരാവുന്ന കാര്യമാണ്. ഇപ്പൊ വയ്യായിക ഉള്ള ആളാവട്ടെ വയ്യായിക ഇല്ലാത്ത ആളാവട്ടെ നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടൂ, ഒരു കുഴപ്പമില്ലാതെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളും എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളും ഒക്കെ അറ്റാക്ക് വന്നിട്ട് മരിക്കുന്ന ഒരു കാലമാണിത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് ഒരു വയ്യായിക വരാനായിട്ട് ഇപ്പൊ ഒന്നും വേണ്ട. അപ്പൊ ഷാനവാസിന് അസുഖമുള്ളതുകൊണ്ടാണെന്നൊന്നും പറഞ്ഞിട്ട് ആരും വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യകതയില്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു കാര്യമാണ്. ഷാനവാസിന് അവിടെ വന്നിട്ടുള്ളൂ. അതിന്റെ പേരിൽ ഷാനവാസിനെ പുറത്താക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്താക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല.
പിന്നെ ഇന്ന് രാവിലെ ഫുഡിന്റെ വിഷയത്തിൽ അവിടെ ഗംഭീര അടി നടക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടില്. നെവിനെ കട്ട് തിന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അവന് ഇഷ്ടമുള്ളത് മുഴുവൻ കട്ട് തിന്നാം. അന്ന് കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനായിട്ട് പോലും അക്ബറിനെയോ ഈ പറയുന്ന ആര്യനെയോ കഴിവില്ലാത്ത കൂട്ടുകാരെ അല്ലെങ്കിൽ കഴിവില്ലാത്ത ക്യാപ്റ്റന്മാര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാൻ പോലും കഴിവില്ല, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള കഴിവില്ല. അതിനുശേഷം നൂറ് അതെടുക്കാൻ വന്ന സമയത്ത് നൂറയെ തടയുന്നു, നൂറയെ വായിട്ടുമായ ഉഗ്ര വഴക്ക് നടക്കുന്നു. ആര്യനും അക്ബറും നൂറയും എന്റെ പൊന്നു ആ വീടിനുള്ളിൽ മുഴുവൻ പച്ചത്തറികളും അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളികളും കുടുംബക്കാരെ വിളിക്കലും മൊത്തത്തിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കിച്ചണിൽ നിന്നിട്ട് പൂരടി. എന്താ പറയുക, ഈ സീസണിലുള്ള ഏറ്റവും വലിയ അടി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചൺ അടി മാത്രമാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം നടന്നിട്ടുള്ളത്. അതും ഫുഡിന് വേണ്ടിയിട്ട് മാത്രം. ആ ഒരു വഴക്കുന്ന് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നെവിൻ എന്തും ചെയ്യാം, എന്താ വെച്ചാൽ നെവിനെ ചോദ്യം ചെയ്യാനായിട്ട് അവിടെ ആരുമില്ല, ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. അക്ബറിനൊക്കെ നാണാവില്ലേ, അതൊക്കെ ധൈര്യത്തോടുകൂടി നെവിന്റെ അടുത്തൊന്ന് സംസാരിക്കാനുള്ളത് പോലും കൽപ്പില്ലാത്ത അക്ബറെ, നീയൊക്കെയാണ് ഇതിന്റെ വിന്നർ ആവാനായിട്ട് പോകുന്നത്, നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് സമ്മതിക്കണം. അവിടെ തെറ്റ് കണ്ടു കഴിഞ്ഞ് ചൂണ്ടിക്കാണിക്കാനും ചോദ്യം ചെയ്യാൻ പെണ്ണുങ്ങളുടെ അടുത്ത് മെക്കിട്ട് കയറാനല്ലാതെ അവിടെ ആണുങ്ങളുടെ അടുത്ത് നേരിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ അതിന് തെറ്റ് കണ്ടു കഴിഞ്ഞ് ചോദ്യം ചെയ്യാൻ കഴിവില്ലാത്ത നിന്നെയൊക്കെ എന്തിനു കൊള്ളാം എന്റെ അക്ബറെ. പിന്നെ ആരും പിന്നെ ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞ് ഇത്തിരി കൂടി പോകും. ഒന്നിനും കൊള്ളാത്താണ്, രണ്ടും ഘട്ട വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് അവനെ ഒന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യവുമില്ല. അവനെ പെണ്ണുങ്ങളുടെ അടുത്തുള്ള കുറച്ച് കൊഞ്ചിക്കുഴയാനും പെണ്ണുങ്ങളുടെ അടുത്തുള്ള കുറച്ച് ഇതും അല്ലാതെ ആര്യനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് നമ്മുടെ പെൺകുട്ടികളെ അവിടെയുള്ളവരെല്ലാവരും ചേർന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നെവി വന്നിട്ട് അതിൽ കയ്യൊക്കെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ വൃത്തികേട്, ഒരാൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ച വെള്ളത്തിൽ വന്ന് കയ്യൊക്കെ ഇട്ടിട്ട് എന്ത് വൃത്തികേടാണ് കാണിച്ചിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ വീട്ടിൽ നെവിനാണ് അവിടുത്തെ എല്ലാം എന്നുള്ള തരത്തിലാണ് ആ വീട്ടിലത്തെ കാര്യങ്ങൾ. നെവിന് എന്തും ആവാം, ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, ആരെന്തു പറഞ്ഞാലും എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥ. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, പുറത്ത് അതുപോലെ ഉണ്ടല്ലോ കുറച്ചെണ്ണം നെവിൻ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാനും. ഇനിയിപ്പോൾ നെവിൻ ഒരാളെ കൊന്നാൽ പോലും അത് പറഞ്ഞ് ന്യായീകരിക്കാനായിട്ട് കഴിവുള്ള അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം പുറത്തുണ്ട്. അല്ല, ഈ ശാരിക്കൊക്കെ എന്ത് കണ്ടിട്ടാണ് നീ പറയുന്നതെന്ന് അറിയില്ലേ. ശാരിക മാത്രമല്ല കേട്ടോ, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ കുറേ എണ്ണം ഉണ്ട് നെവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നത്. പക്ഷേ കുറച്ചെണ്ണം മാത്രമേ വീഡിയോയുമായിട്ട് വരുന്നുള്ളൂ, ബാക്കിയുള്ളവരും ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും നെവിന്റെ കോമഡി, നെവിൻ കാണിക്കുന്ന ആക്ഷൻസ് ഇതൊക്കെ ഇഷ്ടമായിരിക്കാം, പ്രേക്ഷകരും ഇഷ്ടപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയില്ല, അതിര് കടന്നു കഴിഞ്ഞാൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. നെവിനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് ഇനി പറ്റുന്ന മത്സരാർത്ഥിയല്ല, എന്നീ പുറത്തെടുത്ത് കളയേണ്ട കാലം കഴിഞ്ഞു ബിഗ് ബോസിൽ. ഇനിയിപ്പോൾ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ നെവിനാണോ പുറത്തു പോകുന്നത് നമുക്കറിയില്ല, പുറത്താക്കേണ്ട സമയമായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.